ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ ലെസൺ ആയിട്ടുള്ള നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറയുന്ന ലെസൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ചാപ്റ്ററും സൈഡിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെ ആക്ടിവിറ്റീസിലോട്ട് കടക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി നമ്പർ 1. The school is closed for the vacation. അപ്പോൾ സ്കൂൾ എന്താ വെക്കേഷന് വേണ്ടി ക്ലോസ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. കുഞ്ഞിച്ചിരുത is in Kerala and her friend Antoinette is now in France. അപ്പോൾ കുഞ്ഞിച്ചിരുത ഇപ്പോൾ കേരളത്തിലും കുഞ്ഞിച്ചിരുതയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആന്റോനേറ്റ് ഇപ്പോൾ ഫ്രാൻസിലുമാണ്. ബട്ട് they still stay connected through text messages. പക്ഷെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ടെക്സ്റ്റ് മെസ്സേജസ് ഇങ്ങനെ അയക്കുന്നുണ്ട്. Here's a peek at their chat. അപ്പോൾ അവരുടെ ചാറ്റ് നമുക്ക് നോക്കി നോക്കാം. Hey Antoinette, how's everything going? എന്ന് കുഞ്ഞിച്ചിരുത ചോദിക്കുമ്പോൾ ആന്റോനേറ്റ് എന്താ പറയുന്നത്? Hi, it's so nice here, eating lots of yummy food. What about you? How's Kerala? അപ്പോൾ എന്താ, ഇവിടെ നല്ല രസമാണ്, ഇവിടെ ഒരുപാട് യമ്മി ഫുഡൊക്കെ ഉണ്ട്. എന്താ നിന്റെ വിശേഷം, എങ്ങനെയുണ്ട് കേരള എന്ന് ആന്റോനേറ്റ് ചോദിക്കുകയാണ്. Then കുഞ്ഞിച്ചിരുത, great, lot of coconut trees and amma's dosas. മിസ് യു ദോ. അപ്പോൾ എന്താണ്, ഒരുപാട് തെങ്ങുണ്ട് ഇവിടെ, പിന്നെ അമ്മയുടെ ദോശ ഉണ്ട്, ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് ആന്റോനേറ്റിനോട് പറയാണ്. അപ്പോൾ ആന്റോനേറ്റ്, മിസ് യു ടു. അപ്പോൾ ഞാനും നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഗസ് വാട്ട്, ഐ ടോട്ട് മൈ മോം ടു സേ യുവർ നെയിം. അപ്പം എന്താ, ഞാൻ എൻ്റെ അമ്മനെ നിന്റെ പേര് പറയാൻ വേണ്ടി പഠിപ്പിച്ചു എന്ന് പറയാണ്. ദാറ്റ്സ് അമേസിങ്, ഐ ടോട്ട് അമ്മ ടു സേ യുവർ നെയിം ടു. അപ്പം എന്താണ്, ഞാൻ എൻ്റെ അമ്മേനെയും നിന്റെ പേര് പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓഹോ, വെൻ ആർ യു ഗോയിങ് ബാക്ക് ടു ന്യൂ ജേഴ്സി. അപ്പം എന്താ, നീ എപ്പോഴാണ് തിരിച്ച് ന്യൂ ജേഴ്സിക്ക് പോണത്? ഇൻ 2 weeks. വാട്ട് അബൌട്ട് യു, ഡു യു മിസ് ന്യൂ ജേഴ്സി? അപ്പം എന്താണ്, 2 ആഴ്ചക്കുള്ളിൽ പോവും. നീ എപ്പോഴാണ് പോകുന്നത്, നീ മിസ് ചെയ്യുന്നുണ്ടോ ന്യൂ ജേഴ്സി എന്ന് പറയുമ്പോൾ ആന്റോനേറ്റ് എന്താ പറയുന്നത്? ഐ മിസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ലൈക്ക് യു. അപ്പം നിന്നെ പോലെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സ്കൂൾ ആക്ടിവിറ്റീസ് ടു. അപ്പം എന്താണ്, സ്കൂളിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് മിസ് ചെയ്യുന്നുണ്ട്. ഓൾസോ ദ ഐസ്ക്രീം അറ്റ് പ്രകാശ് ഷോപ്പ്. പ്രകാശൻ്റെ ഷോപ്പിലത്തെ എന്താ ഐസ്ക്രീമും മിസ് ചെയ്യുന്നുണ്ട്. എനിവേ ഐ വിൽ ബി ബാക്ക് ഇൻ 2 weeks. എന്തായാലും ഞാൻ 2 ആഴ്ചക്കുള്ളിൽ വരും. ഡീൽ, കാൺട്ട് വെയിറ്റ്, സീ യു സൂൺ. സീ യു. അപ്പോൾ സീ യു, കാണാം എന്ന് പറഞ്ഞിട്ട് ആ ചാറ്റ് അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ അല്ലേ? ഇനി താഴെ എന്താ നോക്കി നോക്കാം. You wish to hang out with your friends this weekend. How will you plan for it? Sit in pairs and create a chat. അപ്പോൾ എന്താ, നിങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് പോകാനൊരു പ്ലാൻ ഉണ്ടാക്കി, ഹാങ് ഔട്ടിന് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്. അപ്പോൾ ഈ വീക്കെൻഡിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട് പറയാണ്, ഐ എം നോട്ട് ഷുവർ യെറ്റ്, ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്. അപ്പോൾ നമുക്ക് പുറത്ത് പോയാലോ എന്ന് പറയുമ്പോൾ യെസ്, ലെറ്റ്സ് ഗോ ടു പാർക്ക് ആൻഡ് ദെൻ ഗെറ്റ് ഐസ്ക്രീം. നമുക്ക് എന്താ, പാർക്കിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ ഫ്രണ്ട് എന്താ പറയുന്നത്? That sounds fun. What time should we meet? അപ്പോൾ എപ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്? How about 4 o'clock in the evening? അപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയായാലോ? Perfect. I will bring my cycle too. അപ്പോൾ ഫ്രണ്ട് പറയാണ്, ഞാൻ എൻ്റെ സൈക്കിൾ കൊണ്ടുവരാം. Can't wait to see you. Meet you. See you soon then. അപ്പോൾ എന്താണ്, നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കൊരു ഇമെയിൽ നോക്കി നോക്കാം. ഡ്യൂറിങ് ദ വെക്കേഷൻ കുഞ്ഞിച്ചിരുത റിസീവ്ഡ് ആൻ ഇമെയിൽ ഫ്രം ഹെർ ഫ്രണ്ട് ആന്റോനേറ്റ്. അപ്പോൾ വെക്കേഷന് കുഞ്ഞിച്ചിരുതയുടെ ഫ്രണ്ടായിട്ടുള്ള ആന്റോനേറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്താണ്, ഒരു ഇമെയിൽ കിട്ടി. ഓക്കെ, അപ്പോൾ ഫ്രം ആരാണ്ട് ആന്റോനേറ്റിൻ്റെ മെയിൽ അഡ്രസ്സാണ് antonate12@gmail.com. ടു ആർക്കാ, കുഞ്ഞിച്ചിരുതയ്ക്കാണ്. അപ്പോൾ കുഞ്ഞിച്ചിരുത അഡ്രസ്സാണ് kuഞ്ഞichirudha@gmail.com. എന്നിട്ട് നമ്മൾ മാറ്റർ എഴുതാണ്, ഡിയർ കുഞ്ഞിച്ചിരുത, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് നീ നിൻ്റെ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാണെന്ന്. ഐ ആം ബാക്ക് ഇൻ മാർസലീസ്. ഞാൻ മാർസലീസിൽ തിരിച്ചെത്തി. ദ വെദർ ഹിയർ ഇസ് ലവ്ലി ആൻഡ് ഐ വെൻറ്റ് പാഡൽ ബോർഡിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടുത്തെ വെദർ എന്താ, നല്ല വെദറാണ്.
അങ്ങനെ എന്ത് ചെയ്തു, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പാഡൽ ബോർഡിങ്ങിന് പോയി. പിക്ചറിൽ കാണുന്നില്ലേ, അതിന് പോയി. ഐ ഫെൽ ഡൗൺ മെനി ടൈംസ്, ഞാൻ ഒരുപാട് പ്രാവശ്യം വീണു. ബട്ട് ഇറ്റ് വാസ് എക്സൈറ്റിംഗ്, പക്ഷെ എന്താണ്, അത് കുറച്ച് എക്സൈറ്റിംഗ് ആയിരുന്നു. ഐ ഹാവ് അറ്റാച്ച്ഡ് സം ഫോട്ടോസ് ഫോർ യു, അപ്പം നിനക്ക് കാണാൻ വേണ്ടി കുറച്ച് ഫോട്ടോസ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഹൗസ് കേരള, എങ്ങനെയുണ്ട് കേരള? ഐ മിസ് യു ആൻഡ് കാൺറ്റ് വെയിറ്റ് ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വെഞ്ചേഴ്സ്. Say hi to your mom for me. Take care. Love, Antoinette. അപ്പം എങ്ങനെയുണ്ട് കേരള? ഞാൻ നിന്നെ കാണാൻ വേണ്ടി മിസ് ചെയ്തിട്ടിരിക്കുകയാണ്. നിൻ്റെ അഡ്വഞ്ചേഴ്സ് ഒക്കെ എനിക്ക് കേൾക്കണം. മമ്മാനോട് ഹായ് പറയൂ. ടേക്ക് കെയർ. ലവ്, ആൻറ്റോണേറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെയാണ് എന്ത്, ഒരു ഇമെയിൽ നമ്മൾ തയ്യാറാക്കേണ്ടത്. ഈ നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം. കുഞ്ഞിച്ചിരുത was delighted. She began to type a reply. അപ്പോൾ കുഞ്ഞിച്ചിരുത എന്താണ്, ഒരു റിപ്ലൈ കൊടുക്കുകയാണ് ഈ മെയിലിന്. Can you help her complete the mail? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെയിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫ്രം ആരാണ്, കുഞ്ഞിച്ചിരുതയാണ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞിച്ചിരുതയുടെ മെയിൽ അഡ്രസ്സ് വെച്ചു. ദെൻ ടു ആർക്കാണ്, ആൻറ്റോണേറ്റിനാണ്. അപ്പോൾ നമ്മൾ ആൻറ്റോണേറ്റിൻ്റെ അഡ്രസ്സും വെച്ചു ഇമെയിൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ തുടങ്ങാണ്. ഡിയർ ആൻറ്റോണേറ്റ്, ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ മെയിൽ. ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. അപ്പോൾ നിൻ്റെ മെയിൽ കിട്ടിയപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആയി, എന്താ വളരെയധികം ഹാപ്പി ആയി എന്നൊക്കെ പറയാണ്. ദെൻ എന്നിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഇനി നമുക്ക് എന്ത് എഴുതാം, ഐ ആം എൻജോയിങ് മൈ വെക്കേഷൻ ഇൻ കേരള. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, കേരളത്തിൽ എൻ്റെ വെക്കേഷൻ എൻജോയ് ചെയ്യാണ്. ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ആൻഡ് വി വെൻറ്റ് ടു ദ റിവർ നിയർ ബൈ. ഞാൻ എന്ത് ചെയ്തു, ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, ഞാൻ ഗ്രാൻഡ് മദറിൻ്റെ ഹൗസ് വിസിറ്റ് ചെയ്തു. ആൻഡ് വി വെൻറ്റ് ടു ദ റിവർ നിയർ ബൈ, എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള റിവറിലേക്ക് ഞാൻ പോയി. ഐ ഓൾസോ ഏറ്റ് ലോട്ട്സ് ഓഫ് അമ്മാസ് ദോസാസ് ആൻഡ് മാംഗോസ് ഫ്രം ദ ബാക്ക് യാർഡ്. പിന്നെ ബാക്ക് യാർഡിൽ നിന്ന് എന്താണ്, ഒരുപാട് മാംഗോസും കഴിച്ചു, അതുപോലെ തന്നെ അമ്മയുടെ ദോശയും കഴിച്ചു. ഓക്കെ, യുവർ പാഡൽ ബോർഡിംഗ് സൗണ്ട്സ് ഫൺ ഈവൻ ഇഫ് യു ഫെൽ. ഐ വിഷ് I could try that too. അപ്പോൾ എന്താണ്, നീ പറഞ്ഞ പാഡൽ ബോർഡിൻ്റെ നല്ല ഫണ്ണായിട്ടുണ്ട്, നീ വീണെങ്കിലും എനിക്കും കൂടെ അത് ട്രൈ ചെയ്യണമെന്നുണ്ട്. താങ്ക്സ് ഫോർ ദ പിക്ചേഴ്സ്, ഐ മിസ് യു സോ മച്ച്. അപ്പോൾ പിക്ചേഴ്സിന് നന്ദി, നീ അയച്ച പിക്ചേഴ്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാൺറ്റ് വെയിറ്റ് ടു സീ യു ബാക്ക് ഇൻ സ്കൂൾ. അപ്പോൾ നിന്നെ എന്താണ്, സ്കൂളിൽ നിന്ന് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. സേ ഹായ് ടു യുവർ മോം. ടേക്ക് കെയർ. ലവ്, കുഞ്ഞിച്ചിരുത. അപ്പം എന്താ, അമ്മനോട് ഹായ് പറയണം. ടേക്ക് കെയർ. ലവ്, കുഞ്ഞിച്ചിരുത എന്ന് പറഞ്ഞിട്ട് ആ ഇമെയിൽ അവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് എന്ത് തയ്യാറാക്കേണ്ടത്, ഒരു ഇമെയിൽ തയ്യാറാക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. അപ്പോൾ സ്റ്റോറിയിലുള്ള സെൻറ്റൻസസ് നമുക്ക് നോക്കി നോക്കാം. ഇൻ ഫാക്ട് nearly half the students belong to immigrant families. There were students from Canada, Mexico, Italy, the UAE, Egypt and China. അപ്പോൾ ഇവിടെ ഉണ്ട്, ഒരുപാട് സ്ഥലത്തുള്ള കുട്ടികളുണ്ട്. കാനഡയിലും മെക്സിക്കോയിലും ഇറ്റലിയിലും UAEയിലും ഈജിപ്തിലും ചൈനയിലും ഒക്കെ ഉള്ള കുട്ടികളുണ്ട്. കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടി ആര് മാത്രമാണ്, കുഞ്ഞിച്ചിരുത മാത്രമാണ്. ദ ടേം ഇന്ത്യൻ ഡിനോട്ട്സ് someone from India. അപ്പോൾ ഇന്ത്യൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇന്ത്യയിലത്തെ ആരോ ആണ്, ഇന്ത്യക്കാരെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്ത്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് സച്ച് വേർഡ്സ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പോൾ പല കൺട്രിയിലത്തെ ആൾക്കാരിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ബോക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കാനഡയിൽ എന്താ പറയുക, കാനഡക്കാരൻ നമ്മൾ എന്താ കനേഡിയൻ എന്നാണ് പറയുക. ചൈനക്കാരന് ചൈനീസ്, ഈജിപ്തുകാരന് ഈജിപ്ഷ്യൻ, ദെൻ ജപ്പാനീസിന് ജാപ്പനീസ്, മെക്സിക്കോന് മെക്സിക്കൻ. അപ്പം അങ്ങനെയാണ് നമ്മൾ അവരെ പറയുക. ഇനി നമുക്ക് കംപ്ലീറ്റ് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഫ്രാൻസുകാരന് നമ്മൾ എന്താ ഫ്രഞ്ച് എന്നാണ് പറയുക, സ്പെയിൻകാരന് സ്പാനിഷ്, ജർമ്മനിക്കാരന് ജർമ്മൻ, UAEക്കാരന് എന്താ പറയുക എമിറാത്തി.
ഓക്കെ, ക്യാൻ യു ആഡ് മോർ ടു ദ ലിസ്റ്റ്? അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത്, ഇന്ത്യക്കാരൻ എന്താണ്? ഇന്ത്യൻ. ഓസ്ട്രേലിയക്കാരൻ എന്താണ്? ഓസ്ട്രേലിയൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് ഹാവ് ഫൺ വിത്ത് വേർഡ്സ്. കുഞ്ഞിച്ചിരുത ആൻഡ് ആൻഡനേറ്റ് ഡിസൈഡഡ് ടു പ്ലേ എ ഗെയിം. അപ്പോൾ കുഞ്ഞിച്ചിരുതയും ആൻഡനേറ്റും ഒരു ഗെയിം കളിക്കുകയാണ്. ദേ പിക്ഡ് വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഈച്ച് ലെറ്റർ ഓഫ് ദെയർ നെയിം. ദ വേർഡ്സ് ഡിസ്ക്രൈബ് സംതിങ് പോസിറ്റീവ് അബൌട്ട് ദം. ഫോർ എക്സാമ്പിൾ, K in Kunnichiruda stands for kind and A in Antonate stands for active. Help them complete the table. അപ്പോൾ എന്താണ്? ആൻഡനേറ്റും കുഞ്ഞിച്ചിരുതയും കൂടിയിട്ട് ഒരു ഗെയിം കളിക്കുകയാണ്. അവരുടെ പേരില്ലേ, അവരുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യുക, അവരെ കുറിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും എഴുതുക. അപ്പോൾ K for kind, U understanding, N neat, H helpful, I intelligent, C curious, H happy, I imaginative. ഇനി നമ്മൾ ബാക്കി എഴുതണം. അപ്പോൾ R നമുക്ക് എന്ത് എഴുതാം? റെസ്പെക്ട്ഫുൾ. U നമുക്ക് യുണീക്ക്, T നമുക്ക് തോട്ട്ഫുൾ, H ഹോണസ്റ്റ്, A ആക്റ്റീവ്. ഓക്കെ, ഇനി ആൻഡോനേറ്റിനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? A ആക്റ്റീവ്, N നൈസ്, T ടാലൻറ്റഡ്. ഇത് തന്നെ എഴുതണം നിർബന്ധമില്ല കേട്ടോ, വേറെ നമുക്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നോക്കൂ, T തോട്ട്ഫുൾ ആണ് എഴുതിയിരിക്കുന്നത്, ഇവിടെ T എന്താ? ടാലൻറ്റഡ് ആണ്. ഓക്കെ, O ഒപ്റ്റിമിസ്റ്റിക്, I നോക്കൂ, I ഇവിടെ നമ്മൾ ഇൻസ്പയറിംഗ് ആണ്, ഇവിടെ നമ്മൾ എന്താ? ഇൻ്റലിജൻ്റ് ആണ്. ഓക്കെ, നോബിൾ, E എനർജറ്റിക്, T ടെസ്റ്റ് വർത്തി, T thankful, E excellent. Now do the same for your name. Sit with your friends and share your work present in the class. അപ്പോൾ ഇതുപോലെ നിങ്ങളെ പേരും വെച്ചിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ ഫാത്തിമ എന്നുള്ള പറഞ്ഞിട്ടുള്ള വേർഡ് വെച്ചിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫാത്തിമ, F for friendly, A ambitious, T വിട്ടുപോയല്ലേ, T നമുക്കപ്പോൾ എന്ത് എഴുതാം? T നമുക്ക് ടാലൻറ്റഡ്, ഇവിടെ T മിക്സിംഗ് ആണ്, T നമുക്ക് എന്ത് എഴുതാം? talented. Then H helpful, I imaginative, M mature, A artistic. Okay, next, here are some qualities describing the characteristics of Kunnichiruda. Write sentences about each of these qualities. Kind and the Kunnichiruda is a kind girl. In understanding which നമുക്ക് എഴുതാം? She is very understanding both at home and school. സ്കൂളിലും അതുപോലെ ഹോമിലും കുഞ്ഞിച്ചിരുത വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ നീറ്റ് വെച്ച് നമുക്ക് എന്ത് എഴുതാം? She always keeps her books and things neat. ഇനി നമുക്ക് എന്ത് എഴുതാം? ഹെൽപ്ഫുൾ എഴുതാം. She helps her friends and teachers. ഇനി ഇന്റലിജന്റ് വരുമ്പോൾ she learns things quickly and intelligently എന്ന് എഴുതാം. Then curious, she loves to ask questions and learn more curiously. Happy, she always smiles and make others smile too. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ D, let's write a short description of കുഞ്ഞിച്ചിരുത using the qualities above. അപ്പോൾ മേലെ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റീസ് വെച്ചിട്ട് കുഞ്ഞിച്ചിരുതക്ക് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ തയ്യാറാക്കാം. കുഞ്ഞിച്ചിരുത is a kind and helpful girl. കൈൻഡ് ആണ്, ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗേൾ ആണ്. ഷീ ഈസ് വെരി ഇൻ്റലിജൻറ്റ് ആൻഡ് ക്യൂരിയസ് അബൌട്ട് ന്യൂ തിങ്സ്. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളിൽ അവൾ വളരെയധികം ക്യൂരിയസ് ആണ്, ഇൻ്റലിജൻ്റ് ആണ്. ഷീ ഓൾവേസ് കീപ്സ് ഹെർ തിങ്സ് നീറ്റ് ആൻഡ് വെരി അണ്ടർസ്റ്റാൻഡിങ് അറ്റ് സ്കൂൾ ആൻഡ് ഹോം. അപ്പോൾ എപ്പോഴും തിങ്സ് ഒക്കെ നല്ല നീറ്റായിട്ട് വെക്കും, നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് വീട്ടിലും സ്കൂളിലും ഒക്കെ. ഹാപ്പി നേച്ചർ മേക്സ് എവ്രി വൺ ലൈക്ക് ഹെർ. അവളൊരു ഹാപ്പി നേച്ചർ എല്ലാവരെയും ഹാപ്പി ആക്കാൻ സഹായിക്കുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5 ആണ്. റീഡ് ദ സെന്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. അപ്പോൾ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ സ്പ്രിംഗ് ബ്രേക്ക് എ ഗേൾ നെയ്മഡ് ആൻഡനേറ്റ് ടുക്ക് അഡ്മിഷൻ ഇൻ കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. അപ്പോൾ എന്താണ്, കുറച്ച് ദിവസം മുന്നേ സ്പ്രിംഗ് ബ്രേക്കിന് ആൻഡനേറ്റ് എന്ന് പറയുന്ന ഒരു കുട്ടി കുഞ്ഞിച്ചിരുദയുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു. Imagine a new student from another country or state has just joined to your school. How would you help her adjust to the new place and culture? You may use will, shall, can to frame sentences. അപ്പോൾ പുതിയൊരു രാജ്യത്ത് നിന്ന് പുതിയൊരു കുട്ടി നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യാണ്, അഡ്മിഷൻ എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരോട് സംസാരിക്കുക, എങ്ങനെയാണ് അവരെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുക?
അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ സ്കൂളിന് ചുറ്റും അവർക്ക് കാണിച്ചു കൊടുക്കും, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം, ഇഫ് എ ന്യൂ സ്റ്റുഡൻറ് കംസ് ടു മൈ സ്കൂൾ ഐ വിൽ ഹെൽപ്പ് ഹെർ ഇൻ മെനി വേയ്സ്. ഞാൻ അതിനെ ഒരുപാട് വേയ്സിൽ ഹെൽപ്പ് ചെയ്യും. ആ വേയ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. I will show her around the school and introduce to my friends. I shall explain the school rules and how the class work. അപ്പോൾ ഞാൻ എന്താ സ്കൂളിലത്തെ റൂൾസും എങ്ങനെയാണ് ക്ലാസ്സിലത്തെ വർക്കൊക്കെ എന്ന് പറഞ്ഞു കൊടുക്കും. I can teach her some words in our local language. ഞങ്ങളുടെ ലോക്കൽ ലാംഗ്വേജിലുള്ള കുറച്ച് വേർഡ്സ് പഠിപ്പിച്ചു കൊടുക്കും. I will take her about our teachers and subjects. എന്താണ് ടീച്ചേഴ്സിന് സബ്ജക്റ്റും ഒക്കെ പറഞ്ഞു കൊടുക്കും. I shall take her to the school library and cafeteria. എന്താണ് സ്കൂൾ ലൈബ്രറിക്കും കഫ്റ്റീരിയക്കും ഒക്കെ കൊണ്ടുപോകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി ചേർക്കാം. ഇനി നെക്സ്റ്റ് 6ാമത്തെ ആക്ടിവിറ്റിയാണ് റീഡ് ദ സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ സെന്റൻസ് തന്നിട്ടുണ്ട്. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിംഗ് സ്പീഡ്. ഇവിടെ പിക്ഡ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്? In the sentence the pair picked and up together means learned or acquired. അപ്പോൾ ഇവിടെ picked up എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ എന്താണ്? ലേൺഡ് അല്ലെങ്കിൽ acquired എന്ന്, പഠിച്ചു അല്ലെങ്കിൽ നേടി എന്നുള്ള ഒരു മീനിങ് ആണ് എന്തിൽ വരുന്നത്? picked up എന്നതിൽ വരുന്നത്. A few such pairs of words are given below. Pick out the sentences that contain those expressions from the story. അപ്പോൾ come across എന്താ വരിക? കുഞ്ഞിച്ചിരുത had come across many Indians on the street. ഇനി അടുത്തത് switched over വെച്ചിട്ട് നമുക്ക് എന്ത് സെന്റൻസ് ഉണ്ടാക്കാം? പ്രകാശ് suddenly switched over to മലയാളം. Okay. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. Read the conversation below and identify more such expressions used. എന്താണ്? കുഞ്ഞിച്ചിരുത കോൺവേഴ്സേഷൻ ആണ് കുട്ടികൾ തമ്മിലുള്ള. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? കുഞ്ഞിച്ചിരുത ഹായ് എവ്രി വൺ, ആന്റണീറ്റ് ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ്, ലെറ്റ്സ് ഡു സംതിങ് സ്പെഷ്യൽ. അപ്പോൾ ഇവിടെ ഒരു ബോക്സിലുണ്ട്. ആ ബോക്സിലാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ? ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ്. we can pick up a nice gift for her. എന്താണ്? we can pick up a nice gift for. അപ്പം എന്താ? and we can take her out to eat at her favorite cafe. Great. I will fix a time for us to go. I'll look for a good gift. What about a book? Good idea. We can check out. ഇവിടെ കുറേ വേർഡ്സ് വരുന്നുണ്ട്. check out bookstore to find out she like. We look up a book she doesn't have. Let's get a cake too. I can drop it off at her house. Perfect. We'll ask her to come back to the cafe after school and we'll surprise her. Okay, let's go and keep the secret. അപ്പോൾ ഇവിടെ വരുന്ന picked up പോലെ pick up പോലെയുള്ള വേർഡ്സ് ആണ് coming up, pick up, then ഏതാ take out, drop off, get going, keep the secret, get going already അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. 7ാമത്തെ ആക്ടിവിറ്റി. ഇൻ ദ ക്ലാസ് ദ ടീച്ചർ ആസ്ക് everyone to say something special about their home country. അപ്പോൾ എന്താണ്? എല്ലാവരോടും ടീച്ചർ അവരുടെ ഹോം കൺട്രീനെ കുറിച്ചിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാൻ പറഞ്ഞു. ബെൻ ഫ്രം ഇറ്റലി ഗോസ് ഫസ്റ്റ്. അപ്പോൾ ആദ്യം പോയത് ഇറ്റലിയിൽ നിന്നുള്ള ബെൻ ആണ്. ലെറ്റ്സ് ലിസൺ ടു വാട്ട് ഷി ഹാസ് ടു സേ അബൌട്ട് ഹിറ്റ്സ് കൺട്രി. അപ്പോൾ ഇറ്റലിനെ കുറിച്ചിട്ട് ബെൻ എന്താ പറയണത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? Dear friends, I'm from Italy. ഞാൻ എവിടെ നിന്നാണ്? ഞാൻ ഇറ്റലിയിൽ നിന്നാണ്. It's a beautiful country. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി ആണ്. Its capital is Rome. അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റോം ആണ്. The flag is really cool with 3 colors. അപ്പോൾ അവിടുത്തെ ഫ്ലാഗ് എന്താ? 3 കളറാണുള്ളത്. ഗ്രീനും വൈറ്റും റെഡും ആണുള്ളത്. Most people in Italy speak Italian. അപ്പോൾ അവിടുത്തെ കൂടുതൽ പേരും ഇറ്റാലിയൻ ആണ് സംസാരിക്കുക. We make some of the best foods ever like pizza and pasta.
എന്താണ് ഞങ്ങൾ അവിടെ പിസയും പാസ്തയും ഒക്കെയാണ് ഉണ്ടാക്കുക. ഇറ്റലി ഈസ് ഓൾസോ ഹോം ടു അമേസിംഗ് പ്ലേസസ് ലൈക്ക് ദ കൊലോസിയം, ദ ലേണിംഗ് ടവർ ഓഫ് പിസ ആൻഡ് ദ കനാൽസ് ഓഫ് വെനീസ്. എന്താണ് ഇറ്റലി എന്ന് പറയുന്നത് ഒരുപാട് അമേസിങ് പ്ലേസസ് ഉള്ള ഒരു സ്ഥലമാണ് കൊലോസിയം. അതുപോലെ തന്നെ എന്താണ് ലേണിംഗ് ടവർ ഉണ്ട്, കനാൽസ് ഓഫ് വെനീസ് ഒക്കെ അവിടെ ഉണ്ട്. ഇഫ് യു വിസിറ്റ് ഇറ്റലി യു മൈറ്റ് ഈവൻ സ്പോട്ട് ആനിമൽസ് ലൈക്ക് ദ ഇറ്റാലിയൻ വോൾഫ് ആൻഡ് ദ വൈൽഡ് ബോർ. അപ്പം നിങ്ങൾ ഇറ്റലി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരുപാട് ആനിമൽസ് ആയിട്ടുള്ള ഇറ്റാലിയൻ വോൾഫിനെയും വൈൽഡ് ബോറിനെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ദ വെദർ ഈസ് നൈസ് ടു വിത്ത് വാം സമ്മേഴ്സ് ആൻഡ് കൂൾ വിന്റേഴ്സ്. അവിടുത്തെ എന്താ വെതറും നല്ല സൂപ്പറാണ്. എന്താണ് വാം സമ്മറും കൂൾ വിന്ററുമാണുള്ളത്. ഇറ്റാലിയൻസ് ലവ് ടു സെലിബ്രേറ്റ് ഹോളിഡേയ്സ് ലൈക്ക് ക്രിസ്മസ്, ഈസ്റ്റർ ആൻഡ് കാർണിവൽസ് where we wear colorful masks and costumes. അപ്പോൾ എന്താണ് അവിടെ ഉള്ളവർ എന്താണ് ഹോളിഡേയ്സ് ക്രിസ്മസും ഈസ്റ്ററും കാർണിവൽസും ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള മാസ്കും കോസ്റ്റ്യൂമും ഒക്കെ ഇട്ടിട്ട് സെലിബ്രേറ്റ് ചെയ്യും. സൗണ്ട്സ് ഫൺ റൈറ്റ്, എന്താ നല്ല ഫൺ അല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവസാനിപ്പിച്ചു. ഇനി എന്താ നെക്സ്റ്റ്, ആന്റോനേറ്റ് വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് ഹർ കൺട്രി. അപ്പോൾ അടുത്തത് എന്താ, ആന്റോനേറ്റ് ആണ് അവളുടെ കൺട്രീനെ കുറിച്ച് പറയാൻ പോകുന്നത്, ഫ്രാൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ ഫ്രാൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ കൺട്രി ഫ്രാൻസ് ആണ്. ക്യാപിറ്റൽ ഏതാ, പാരീസ് ആണ്. ഫ്ലാഗിന് 3 കളറുകളുണ്ട്, ബ്ലൂ, വൈറ്റ്, റെഡ്. ദെൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ആണ്. പോപ്പുലർ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഏതാ, ക്രോസാൻഡ്, ബാഗ്യൂട്ട്സ്, മാക്കോൺസ് ഒക്കെയാണ്. ഫേമസ് പ്ലേസ് എന്ന് പറയുന്നത് ഈഫൽ ടവർ, ലോർ മ്യൂസിയം, ബീച്ചസ് ഓഫ് ഫ്രഞ്ച് റിവേറിയ. ദെൻ ആനിമൽസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ബുൾഡോഗ്, വൈൽഡ് ബോർ. ദെൻ സെലിബ്രേഷൻ ബാസിൽ ഡേ, ക്രിസ്മസ്, ഈസ്റ്റർ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രഞ്ചിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഫ്രാൻസിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഫ്രം ഫ്രാൻസ്. ഞാൻ എവിടെ നിന്നാണ്, ഞാൻ ഫ്രാൻസിൽ നിന്നാണ്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ് യൂറോപ്പിലെ. ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് ഇസ് പാരീസ്. എന്താണ് ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാരീസ് ആണ്. അവർ ഫ്ലാഗ് ഹാസ് 3 കളേഴ്സ്. ഫ്ലാഗിന് 3 കളറുകളാണുള്ളത്, ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ്. ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. Then people mostly speak French here. അപ്പോൾ സാധാരണയായി ഇവിടെയുള്ള ആൾക്കാർ ഫ്രഞ്ച് ആണ് സംസാരിക്കുക. We eat tasty food like croissants, baguettes and macarons. അപ്പോൾ എന്താണ് ഞങ്ങൾ ഇവിടെ ഫുഡ് ആയിട്ടുള്ള ക്രോസെയിൻസും ബാഗ്യൂട്ട്സും മാക്കോൺസും ഒക്കെയാണ് കഴിക്കാറ്. You must visit the Eiffel Tower and the Louvre Museum when you come to France. അപ്പോൾ നിങ്ങൾ ഫ്രാൻസിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെ വിസിറ്റ് ചെയ്യണം, ഈഫൽ ടവറും ദെൻ ലൗർ മ്യൂസിയം ഒക്കെ വിസിറ്റ് ചെയ്യണം. ദ ബീച്ചസ് ഇൻ ദ ഫ്രഞ്ച് റിവേറിയ ആർ ഓൾസോ വെരി ഫേമസ്. അപ്പോൾ ഇവിടെയുള്ള ബീച്ച് ആയിട്ടുള്ള ഫ്രഞ്ച് റിവേറിയ നല്ല ഫേമസ് ആണ്. യു ക്യാൻ സീ ആനിമൽസ് ലൈക്ക് ഫ്രഞ്ച് ബുൾഡോഗ്സ് ആൻഡ് വൈൽഡ് ബോർസ് ഹിയർ. വി സെലിബ്രേറ്റ് ബാസിൽ ഡേ, ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ വിത്ത് ജോയ്. അപ്പം ഞങ്ങൾ എന്താണ് ഇവിടെ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കും. ഫ്രാൻസ് ഇസ് ഫുൾ ഓഫ് ഹിസ്റ്ററി, ബ്യൂട്ടി ആൻഡ് ഡെലീഷ്യസ് ഫുഡ്. അപ്പം ഫ്രാൻസ് എന്ന് പറയുന്നത് എന്താണ്, ഫുൾ ഓഫ് ഹിസ്റ്ററി ആണ്, ബ്യൂട്ടി ആണ്, ദെൻ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. കുറച്ച് ലേറ്റായി വീഡിയോ ഇടാൻ, സാരമില്ല, നമുക്ക് അടുത്ത ലെസൺ പെട്ടെന്ന് തന്നെ ഇടാം. വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.